അതും അവിടെ കൊള്ളേണ്ടവർക്ക് കൊള്ളിച്ചേനാണ് പറയുന്നത്. പക്ഷെ അത് ഇപ്പോഴും പിഷാരടി സ്പീച്ച് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്നത് ഇതാണ്. കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തനമാണെന്ന് താങ്കൾ അവകാശപ്പെടുകയും ചെയ്ത് കോൺഗ്രസ് പ്രവർത്തനമാണെന്ന് പറയുകയും ചെയ്ത് ഒരു വേദി പൊതുവെ BJPക്ക് ഇതൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. അതിൽ നിന്നും രാഹുൽ ഗാന്ധി ടൂർ പോയിരിക്കുകയാണ്. ഈ ചർച്ചയിലൊന്നും പങ്കെടുക്കാൻ അദ്ദേഹം ടൂർ പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ വിശ്വസിച്ച് എങ്ങനെ കോൺഗ്രസ് പ്രവർത്തകരായ കോൺഗ്രസ് അണികൾ നിൽക്കും? ഒരു ചോദ്യം പ്രസക്തമാണ് കേട്ടോ ഈ ചോദ്യം. എനിക്ക് എൻ്റെ വിലയിരുത്തണം, താങ്കൾക്ക് താങ്കളെ വിലയിരുത്തണം, ഇവർക്ക് എല്ലാവർക്കും പല വിലയിരുത്തും. ഇപ്പോഴത്തെ ഭരണം എങ്ങനെ വിലയിരുത്തും? പിഷാരടി വളർന്നു വന്ന പാരമ്പര്യം വെച്ച് ഒരു മുഖ്യമന്ത്രി കാണിച്ചു തരാൻ പറ്റുമോ? പവർഫുൾ ആയിട്ട് പറയാൻ, കോൺഗ്രസിൽ പവർഫുൾ ആയിട്ട് പറയാൻ നടത്താൻ കഴിവുള്ള ഒരു മുഖ്യമന്ത്രി ഇപ്പോഴും ആ ചോദ്യം ഉന്നയിക്കണം. ഇപ്പോഴും പറയാനുള്ളത് ഇപ്പോഴും ഇവിടെ ഇല്ലല്ലോ എന്ന്, ഇപ്പോഴും ഇവിടെ ഇല്ല. അല്ല, എനിക്ക് ഒരുപാട് വേദിയിൽ ഞാൻ അങ്ങനെ ചറപറ നടന്ന് പറയുന്ന ആളല്ലല്ലോ. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നീതൂസ് അക്കാദമി, ഇന്ത്യസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി. അവിടെ തന്നെ അന്ന് യൂത്ത് കോൺഗ്രസിന് അവിടെ പ്രസംഗിച്ച മറ്റൊരു വരികൾ നമുക്ക് എടുത്ത AI ഗ്രൂപ്പുകളെ കുറിച്ച് പറഞ്ഞു അല്ലെ. പാർട്ടിയിലുള്ള കോൺഗ്രസിലെ AI ഗ്രൂപ്പുകൾ അത് ക്യാമറയിലേക്ക് എത്തിച്ചു എന്നു. അതും വലിയ രീതിയിൽ രസകരമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. പിഷാരടി പറയുന്നത് അവിടെ ചെന്നിത്തല VD സതീശനൊക്കെ ഉള്ള ചിരി തന്നെ നമുക്ക് ക്ലോസപ്പിലാണ് കാണിച്ചുകൊണ്ടിരിക്കുക. അതും അവിടെ കൊള്ളേണ്ടവർക്ക് കൊള്ളിച്ചേനാണ് പറയുന്നത് അല്ലെ. തിരിച്ചുകൊണ്ട് ഞാൻ ഗ്രൂപ്പിനെ പറ്റി അവിടെ ഗ്രൂപ്പിനെ കുറിച്ചും പറഞ്ഞു. അത് നമ്മുടെ കോൺഗ്രസിലും പറഞ്ഞു അല്ലെ. അത് കോൺഗ്രസ്സുകാർ അത് ഏറ്റെടുത്തില്ല, ഇവരേറ്റെടുത്തു. അത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞത് വളരെ സൂക്ഷ്മമായി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആലോചിക്കാൻ പറയാം. ഞാനെല്ലാ ഇവിടെ പ്രശ്നമുണ്ട്, ഇവിടെ ഗ്രൂപ്പിൽ പ്രശ്നമുണ്ട് എന്നാ പറയുന്നത്. പറഞ്ഞിട്ട് തന്നെ ഞാൻ പറഞ്ഞു ഇത്ര പ്രശ്നമുള്ളത് ക്യാമറയാക്കി എടുത്തപ്പോ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അല്ല, അത്രയും പ്രശ്നം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ അതാണ് പറഞ്ഞത്. ഇവിടെ പ്രശ്നമുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. AI ഗ്രൂപ്പിനും അത് കൃത്യമായിട്ട് അവിടെ കൊടുത്തു. പക്ഷെ അത് നേതാക്കന്മാർക്ക് മനസ്സിൽ കൊള്ളേണ്ടവർക്ക് കൊണ്ടു. പക്ഷെ ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരെടുത്ത് ആഘോഷിച്ചില്ല. കോൺഗ്രസിലെ ഗ്രൂപ്പൊക്കെ വളരെ തുടക്കം തൊട്ട് ഉണ്ടെന്നേ, അതൊക്കെ അവിടെ ഉള്ളതാ. ഞാൻ ഇതിലെ പല പൊതുജനം പറയുന്ന പല പ്രശ്നങ്ങളും എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നാത്ത സാധനങ്ങളാണ്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു വിഷയം വരുമ്പം അദ്ദേഹത്തിനെതിരെ വരുന്ന ആരോപണങ്ങളിൽ പല കോൺഗ്രസ് നേതാക്കളും അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ വീഡിയോ വേണേ ഇപ്പൊ കിട്ടും. അതെ അതെ. വിഴിഞ്ഞത്തിന് പല കോൺഗ്രസ് നേതാക്കളും പറഞ്ഞത് വീഡിയോ ഇപ്പൊ കിട്ടും. പക്ഷെ അത് നല്ലതല്ലേ? ഒരു പാർട്ടിയുടെ നേതൃത്വ നിരയിലുള്ള ആർക്കെങ്കിലും എന്തൊരു പ്രശ്നം വന്നാലോ ആരോപണം വന്നാലോ അന്വേഷിക്കേണ്ടതാണെന്നും നോക്കേണ്ടതാണെന്നും രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും ഈ പാർട്ടിക്ക് ഉള്ളിലുള്ളവർ തന്നെ പറയുക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നല്ലതല്ലേ? അതല്ലോ ജനാധിപത്യം. അതല്ലേ ജനാധിപത്യം. നേരെ മറിച്ച് നമ്മൾ പാർട്ടി ഒറ്റരുത്, പാർട്ടിക്ക് എന്ത് സംഭവിച്ചാലും നമ്മളെല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറയുമ്പോൾ ജനം ഒരു വശത്തും ഇത് വേറെ വശത്തുമാണ്. ഞാൻ എപ്പോഴും കാണുന്നത് സ്വതന്ത്രമായി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുക, മുകളിലേക്ക് നമുക്ക് തിരുത്താൻ വേണ്ടി പല കാര്യങ്ങളും പറയാൻ പറ്റുക, അതെല്ലാം സാധിക്കണം. നമ്മൾ തമ്മിൽ ആശയപരമായിട്ടൊരു പത്രസമ്മേളനം നടത്താനോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നീ പറയണമെന്നേ. ഇതാരും പറയാതെ നമ്മളെല്ലാം കൂടെ ഒറ്റക്കെട്ടിട്ട് നിന്നിട്ട് അപ്പുറത്ത് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല. ഇതിനകത്ത് തന്നെ അത് ജനങ്ങൾക്ക് നല്ലതല്ലേ? ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം അകത്തുനിന്ന് തന്നെ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ വരുന്നു, ഫസ്റ്റ് എതിര് വരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ? അത് പോസിറ്റീവായിട്ട് ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യമാണത്. അകത്തുനിന്ന് തന്നെ തട്ട് കിട്ടും, അകത്തുനിന്ന് തന്നെ ഫസ്റ്റ് പിടി വീഴും. അകത്തുനിന്ന് പിടിക്കുമ്പോൾ കൂടുതൽ ബലത്തിൽ പിടിക്കാൻ പറ്റും. അതെ അതെ അതെ. എല്ലാരും കൂടെ ഒറ്റ കിട്ടുന്നത് ഈ പിടുത്തം നടക്കൂല. അതുകൊണ്ട് ഞാൻ അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. അന്ന് പറഞ്ഞതിൽ ഏറ്റവും വലിയ അന്ന് കൊണ്ടു നിർത്തിയ ക്യാമറയിൽ കൊണ്ടു നിർത്തി അല്ലേ? അങ്ങനെ ഞാനിത് ഇപ്പൊ അലി ഓരോന്ന് പറയുമ്പോഴേ ഇങ്ങനെ ഞാൻ ഇതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഞാനത് അന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നതല്ലാണ്ട് ഒരുപാട് പ്രാവശ്യം അത് കണ്ടിട്ട് ഇപ്പം റീകളക്ട് ചെയ്ത് ഓർത്തു വെക്കുന്നില്ല. പക്ഷെ അത് ഇപ്പോഴും പിഷാരടി
സ്പീച്ച് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്നത് ഇതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, YouTube. ഞാൻ ആകെ 18 മിനിറ്റ് ഇപ്പൊ അലിയുടെയും കൂടെ കൂട്ടിയ ഇതിനകത്ത് ഞാൻ കേരള പൊളിറ്റിക്സ് കാര്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അല്ല, നമ്മൾ വരുന്നതല്ലേ ഉള്ളൂ. അതെ, ഇനി വരുന്നുണ്ട്. നമുക്ക് വേറെ വരുന്നുള്ളൂ. സിനിമയെ പറ്റിയൊക്കെ അല്ല, പറയാം. നമ്മള് കേരള രാഷ്ട്രീയത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല, നമ്മൾ വരുന്നുള്ളൂ. അല്ല, അത് വേണ്ട. ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാത്തതും ഒന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ജനങ്ങൾ പലപ്പോഴും ന്യായീകരിക്കാനും ഞാനതായി പോയതുകൊണ്ട് നീതീകരിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള പല സെറ്റപ്പുകളിൽ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞാലൊന്നും പെട്ടെന്നൊന്നും ഒരു വലിയ മാറ്റങ്ങളൊന്നും വിഷാരടി അന്ന് പ്രസിഡന്റ് ഗോവിന്ദൻ മാഷിലേക്ക് വരെ കളിയാക്കിക്കൊണ്ടുള്ള സംഭവത്തിലേക്ക് എത്തിയതാണ്. ഞാനിതൊന്നും അലി പറയുന്നതൊന്നും ഞാൻ ഓൺ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു പല കഥകൾ, നിങ്ങൾ ഓരോരുത്തർ അത് ഇതാണ് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൂ. ഈ കേരളയിൽ മുതൽ കഥയും കഥാപാത്രങ്ങളും ഒപ്പിച്ചു വന്നാൽ കേരളയിൽ മുതൽ ഗോവിന്ദൻ മാഷ് വരെ അത് ക്യാപ്ഷനുകൾ ഇട്ടവരാണ്. അതെല്ലാം പിന്നീട് മാധ്യമങ്ങളിൽ വന്നപ്പോൾ അതിനിട്ട ക്യാപ്ഷനുകളാണ്. അതാണ് പറഞ്ഞത്. അത് ഞാൻ ട്രെയിൻ എന്ന് പറയുന്നു, അത് വന്ദേ ഭാരതാണെന്ന് പറഞ്ഞാൽ പാർട്ടി മാറി. കേരള എന്ന് പറഞ്ഞാൽ പാർട്ടി മാറി. അത് സാധാരണ പഴയ ട്രെയിനാന്ന് പറഞ്ഞാൽ അത് വേറെ പാർട്ടിയായി. ഇത് എന്തിനു ഓൺ ചെയ്യുന്നു, ഇത് എന്നെയാ പറഞ്ഞ് എന്ന് എന്തിനു വിചാരിക്കുന്നു എന്ന് വേണേ വിചാരിക്കാം. ഞാനത് അതുകൊണ്ട് അല്ല, അത് കഴിഞ്ഞ കാര്യമാണ്. അതൊക്കെ അല്ല, പൊതുവെ ഉണ്ടായ ഒരു സംശയം അന്നത്തെ പ്രസംഗത്തിനെ പറ്റിയാണോ? യൂത്ത് കോൺഗ്രസിന്റെ അവിടെ സ്റ്റേജ് പ്രസംഗം ക്യാമറയെ കുറിച്ചുണ്ട്, AI ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നു, കേരള രാഷ്ട്രീയത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞതെല്ലാം കേരള രാഷ്ട്രീയത്തെ കുറിച്ചാണ്. കേരളത്തിന്റെ CPM-നെതിരായിട്ടുള്ള ഒരു നർമ്മത്തിൽ പൊതിഞ്ഞ് പറയാതെ പറഞ്ഞു പോയി. അവിടെ ഒന്നും BJP-യെ കുറിച്ച് ഒരു വാക്ക്. കേന്ദ്രത്തിൽ എന്തൊക്കെ സംഭവം നടക്കുന്നത്? നിങ്ങൾ അരിഭായി പറഞ്ഞത് പറയാതെ പറഞ്ഞു പോയി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ തപ്പിയെടുത്താൽ അതിനകത്തുണ്ട്. ശരി, ഇനിയില്ലേ പറഞ്ഞു, ശരി, ബാക്കി പറഞ്ഞു. എന്തുകൊണ്ട് BJP എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? BJP-യെ വിമർശിക്കാത്ത കോൺഗ്രസ് നേതാക്കളില്ല, CPM ഇല്ല, ആരുമില്ല. കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തനമാണെന്ന് താങ്കൾ അവകാശപ്പെടുകയും ചെയ്യുന്നത്, കോൺഗ്രസ് പ്രവർത്തനമാണെന്ന് പറയുകയും ചെയ്ത് ഒരു വേദി BJP-ക്ക് ഇതൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. അലിഭായി, ഞാൻ ഭാരത് ജോഡോ യാത്ര നടന്നല്ലോ. ഞാൻ ഭാരത് ജോഡോ യാത്ര നടന്നപ്പം ഇവിടെയുള്ള ഒരു വലിയ സംഘം ആളുകൾ എന്നോട് ചോദിച്ചു, കേരളത്തിൽ BJP ഇല്ലല്ലോ, പിന്നെ എന്തിനാ കേരളത്തിൽ കൂടെ നടക്കുന്നേ? നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ പോയി നടക്ക്, കേരളത്തിൽ കൂടെ നടക്കല്ലേ എന്ന് പറ. കേരളത്തിൽ എന്തിനു നടക്കുന്നു ഇത് എന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ പ്രസംഗിക്കുമ്പോൾ പെട്ടെന്ന് ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇവര് തന്നെയല്ലേ എന്നോട് ഇതിവിടെ ഇല്ലല്ലോ, ഇതിനെക്കുറിച്ചൊന്നും പറയണ്ടല്ലോ എന്ന് ചോദിച്ചത്? BJP-കാര് തന്നെ അല്ല, CPM-കാര് തന്നെ. ഇടതുപക്ഷത്ത് നിന്ന് എന്നെ ട്രോളാൻ അന്ന് വന്ന ആൾക്കാർ ഭൂരിപക്ഷമായിട്ട് പറഞ്ഞത് അതാണ്. അതുകൊണ്ടും അന്ന് നമ്മൾ മിണ്ടുന്ന പോയിന്റിൽ ഞാനൊരു 5 വർഷത്തെ അല്ലെ 10 വർഷത്തെ ടോട്ടൽ സംഭവങ്ങൾ എടുത്തു വെച്ച് പറയുക എന്നുള്ള ഉദ്ദേശത്തിലൊന്നും അല്ല നിൽക്കുന്നത്. ഞാൻ ആ ചടങ്ങിന്റെ പോസ്റ്ററിൽ പോലും പടമുള്ള ഒരാളല്ല. എന്നെ 2 ദിവസം മുമ്പ് ക്ഷണിക്കുന്നു. കർണാടക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അന്ന് എനിക്ക് തോന്നുന്നു രാഹുൽജി എങ്ങാണ്ട് വരേണ്ട ചടങ്ങായിരുന്നു, അദ്ദേഹം എത്തിയില്ല. പകരമല്ല, പെട്ടെന്ന് ഷാഫിയൊക്കെ കൂടെ വിളിക്കുന്നു, ഞാൻ പോകുന്നു. ഞാനൊരു 10 മിനിറ്റ് നിറമം പറയുന്നു. ഞാനിത് ഭയങ്കര ആലോചിച്ച് 3 ദിവസം സ്ക്രിപ്റ്റ് എഴുതുന്നത് ഉണ്ടാക്കി, ഇന്നവനെ പറഞ്ഞേക്കാം ഇന്ന് ചെയ്തേക്കാന്നൊന്നും പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു സാധനമല്ല. പിന്നെ ഇതുപോലൊരു ചോദ്യം കൂടെ വന്ന സ്ഥിതിക്ക് ഞാൻ ആലോചിച്ചു, ഞാൻ പറയേണ്ടപ്പോൾ പറഞ്ഞോളാം, ഞാൻ പറയണമെന്ന് തോന്നുമ്പോൾ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനാകെ 18 മിനിറ്റേ കേരളത്തിൽ ഇത് പറഞ്ഞിട്ടുള്ളൂ, രാഷ്ട്രീയം പറഞ്ഞല്ലോ. അപ്പൊ പറയേണ്ടപ്പോ ഞാൻ പറഞ്ഞോളാം. അല്ല, എന്തുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം താങ്കൾ പിഷാരടി എന്ന ഒരു അവിടെ രാഷ്ട്രീയക്കാരനായിട്ടാണ് ഞാൻ കാണുന്നത്, ആ വേദിയിൽ രാഷ്ട്രീയക്കാരനായ പിഷാരടി എന്തുകൊണ്ട് BJP കുറിച്ച് ചോദ്യം ഉന്നയിച്ചില്ല എന്നൊരു ചോദ്യം പ്രസക്തമാണ് ഈ മലയാള മണ്ണിൽ. ചോദിച്ചല്ലോ, എല്ലാരും ചോദിച്ചല്ലോ. അത് അതിന് ഞാൻ ഇപ്പോഴും പറയുന്ന മറുപടി ഞാൻ പറയേണ്ട സമയത്ത് പറഞ്ഞോളാം എന്നുള്ളതല്ല. അന്ന് പറയാത്തത് എന്താണെന്നാണ് ചോദ്യം. അന്ന് പറയാത്തതിന് കുറച്ച് നാൾ മുമ്പ് എന്നോട് ഞാൻ ഇവിടെ ഇതിനെതിരെ ഒരാളും ഇവിടെ ഈ ജോഡോ യാത്രക്കെതിരെ ഇതേ പാർട്ടിക്കാര് തന്നെ ഇത് ബേക്കറി യാത്ര, തീറ്റ യാത്ര എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, ഇതെന്താണ് ഇതിനൊരു പിന്തുണ ചെറിയ തോതിൽ പോലും കൊടുക്കാത്തത്? ഇതിനൊരു ചെറിയ പിന്തുണ കൊടുക്കാൻ മാത്രമുള്ള ഒരു സാധനം ഉണ്ടല്ലോ. പ്രത്യക്ഷത്തിൽ ആ യാത്രക്ക് ഇടതുപക്ഷ വിരുദ്ധത ഇല്ല, ഇടതുപക്ഷത്തിനെതിരെ അല്ലായിരുന്നു ആ യാത്ര നടന്നത്. എന്നിട്ടും ഇടതുപക്ഷം വിമർശിക്കുന്നു. ആ പോയിന്റ് നോക്കിയില്ല. പിന്നെ എന്തിനാണ്? അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇവർ ഓർക്കാപ്പുറത്ത് വടിയേരികിൽ കയറി ഈ കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഇത് കാരണം അതിനന്ന് ഭയങ്കര ട്രോൾ ഉണ്ടായി. അപ്പൊ അവര് പറഞ്ഞത്, നേരത്തെ ഒരു സ്ഥലത്ത് ചെല്ലും എന്നറിയിച്ചാൽ അവിടെ വളരെ നേരത്തെ സെക്യൂരിറ്റിയും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കേണ്ടി വരും. കാരണം അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. പക്ഷേ പെട്ടെന്നൊരിടത്ത് നിന്ന് കയറിയാൽ അവിടെ ഒട്ടും റെഡി ആയിരിക്കില്ല എന്തെങ്കിലും ഒരു നെഗറ്റീവ് പരിപാടികൾ നടത്താനായിട്ട്. അതുകൊണ്ടാണ് പോകുന്ന വഴിക്ക് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു കടയിൽ കയറുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം. അപ്പൊ അത്തരത്തിലൊരു യാത്ര, ഒരു വലിയ മൂവ്മെന്റ് ഇന്ത്യയിൽ നടക്കുകയാണ്. വളരെ വലിയൊരു മൂവ്മെന്റ് നടക്കുമ്പോൾ അതിനെ ഇവിടെ ഇട്ട് പരിഹസിക്കുകയാണ്. ഞാൻ നടന്നതിനെ എന്നെ ഉൾപ്പെടെ പരിഹസിച്ചപ്പോൾ
അവർ പറയുന്നത് ഇത് ഇവിടെ ഇല്ലല്ലോ, നിങ്ങൾ എന്തിനാണ് നടക്കുന്നത്, നമ്മൾ ഇവർക്കെതിരെ അല്ലല്ലോ ഇത് നടന്നത്. എന്നിട്ടും ഇത് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. ഇപ്പോഴും ആ ചോദ്യം ഉന്നയിക്കുന്നു. ഇപ്പോഴും പറയാനുള്ളത് ഇപ്പോഴും ഇവിടെ ഇല്ലല്ലോ എന്ന്, ഇപ്പോഴും ഇവിടെ അല്ല, ഇല്ല. എനിക്ക് ഒരുപാട് വേദികൾ, ഞാൻ അങ്ങനെ ചറപറ നടന്ന് പറയുന്ന ആളല്ലല്ലോ. ഞാനൊരു 24/7 രാഷ്ട്രീയക്കാരനല്ല. ഒരിക്കലും പറഞ്ഞോളാം, പറയാൻ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറയുകയും ചെയ്യും, പറയേണ്ട സമയത്ത് പറയേണ്ട അത് സമയത്ത് ചങ്കൂറ്റത്തോട് പറയുന്നതിന്റെ ഒരു ഉദാഹരണമാണല്ലോ ഈ കോൺഗ്രസ് ഇപ്പൊ പറഞ്ഞ 18 മണിക്കൂർ സംസാരിച്ചാൽ 18 മണിക്കൂർ രാഷ്ട്രീയം 18 മിനിറ്റ്. 18 മിനിറ്റ്. അത് 18 മിനിറ്റും പിഷാരടി രാഷ്ട്രീയം പറഞ്ഞിട്ടുമുണ്ട്. തന്റെ ആ രാഷ്ട്രീയം കൃത്യമായി പിഷാരടി പറഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും ഈ കോൺഗ്രസ് ഇപ്പൊ പറഞ്ഞല്ലോ, ഭാരത് ജോഡോ യാത്രയെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യ ഇളക്കി മറിച്ച യാത്ര. നമ്മളിപ്പോ ചെറിയ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. ഇത്രയും നേരം നമ്മള് പിന്നെ വേറെ ആണല്ലോ പറഞ്ഞത്. ഇതിപ്പോ കുറച്ച് കൂടുതലായോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. നമുക്ക് വേറെ വല്ല സിനിമയെ പറ്റിയോ? 5 സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ കഴിഞ്ഞു. കോൺഗ്രസിന് വലിയ പരാജയം അല്ലെ? കോൺഗ്രസിന്റെ കയ്യിലുണ്ട 2 സ്റ്റേറ്റ് വരെ പോയി. കോൺഗ്രസ് കീഴോട്ടാണ് പോകുന്നത്. സീറ്റുകൾ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അങ്ങനെ തന്നെയാണല്ലോ എൻ്റെ അർത്ഥം. അതെ. അപ്പൊ ഒരു നേതൃത്വമില്ലായ്മയുണ്ടോ കോൺഗ്രസ്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇലക്ഷനിൽ ഇനി കൺവെൻഷനലായ സ്ട്രാറ്റജികൾ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷനെ നേരിടാൻ പറ്റില്ല. കൺവെൻഷനലായ സ്ട്രാറ്റജികൾ പറ്റില്ല. ആളുകളെ നമുക്ക് പലതരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ എങ്ങനെയാണ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞ വാക്കിനെ പോസിറ്റീവായിട്ട് എടുക്കണം. നമ്മൾ ഒരാളുടെ മൈൻഡിൽ ഞാനാണ് നല്ലതെന്ന് തോന്നിക്കുക. ഞാൻ പുതുപ്പള്ളി പ്രസംഗിച്ചല്ലോ, ഇപ്പോൾ ഒരു ട്രെയിൻ കൊണ്ടുവരുന്നത് വലിയ ആഘോഷമാക്കുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള 20 ട്രെയിനും കൊണ്ടുവന്നിട്ടുള്ളത് കോൺഗ്രസ് ആണ്. ബാക്കി 20-30 ട്രെയിൻ കേരളത്തിൽ ഓടുന്നത് കഴിഞ്ഞ 60 വർഷം കൊണ്ട് കൊണ്ടുവന്ന പാർട്ടി അത് ഓൺ ചെയ്യാതിരിക്കുമ്പം ഒരു ട്രെയിൻ വലിയ വിപ്ലവകരമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നു. അങ്ങനെ ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു പറയുകയും നമ്മൾ എന്തൊക്കെയാണ് ഒരു രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പം 12% ലിറ്ററസി. നാട്ടുരാജാക്കന്മാര് ഭരിച്ച് ജാതീയത, മതം ഇങ്ങനെയുള്ള സാധനങ്ങളിൽ കുഴഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം 200 വർഷം ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ട് ചവച്ച് തുപ്പിയിട്ടിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് കോൺഗ്രസിന് കിട്ടുന്നത്. 60 വർഷം കൊണ്ട് എന്തുണ്ടാക്കി എന്നൊക്കെ ചോദിച്ചാൽ വലിയ പാടാണ് ആ കാലഘട്ടത്തിൽ നിന്നും നമ്മൾ കാണുന്ന ഒരു ഇന്ത്യയിലോട്ട് എത്തിക്കുക എന്ന് പറയുന്നത്. അതിനുവേണ്ടി വലിയ സംഘടിതമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഷിപ്പ് യാർഡും അതും ഇതും സ്റ്റേഡിയങ്ങളും ട്രെയിനും റെയിൽവേയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വന്നു. ഇതൊക്കെ നമ്മളാ ചെയ്തത്, നമ്മളാ ഉണ്ടാക്കിയതെന്ന് കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് പുതിയ കാലഘട്ടത്തിൽ. ഹിസ്റ്ററി വളച്ചൊടിക്കപ്പെടുന്നതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഇത്രയും വർഷം 10-65 വർഷം ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് അത്രയും ദുർദശയിലായിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്. അത്ര കഷ്ടപ്പാടിൽ നിന്ന രാജ്യമാണ്. 35-40 കോടിയുടെ ഇടയ ആൾക്കാരാണ് ആ സമയത്തുള്ളത്. 12% വരുന്നു ആ സമയത്ത് ലിറ്ററസി എന്ന് പറയുന്നത്. വരുമാനം എന്ന് പറയുന്നത് ഇല്ല, ജോലിയില്ല, കമ്പനികളില്ല, വ്യവസായങ്ങളില്ല, ഒന്നുമില്ലാത്തൊരു സ്ഥലത്താണ് ഇത് പ്രവർത്തിക്കാൻ ഇറങ്ങുന്നത്. അവിടുന്ന് ഇത്രയും കൊണ്ടുവന്നതിൻ്റെ ഒരു ഹിസ്റ്ററി കറക്റ്റായിട്ട് എത്തിക്കാൻ പറ്റായ്മ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ വരുമായിരിക്കും. ഇതിന് ഞാൻ ഇപ്പോഴും അതിന്റെ കൃത്യമായ മറുപടി ഞാൻ നേതൃത്വം എന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വം പണ്ടൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു, ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു, രാജീവ് ഗാന്ധി ഉണ്ടായിരുന്നു, അതോടൊപ്പം സോണിയാഗാന്ധി ഉണ്ടായിരുന്നു, അതോടൊപ്പം ഇപ്പം രാഹുൽ ഗാന്ധിയിലേക്ക് എത്തിയിട്ട് രാഹുൽ ഗാന്ധി ഇപ്പം മാറി നിൽക്കുന്ന നിലയിലേക്ക് പോയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇന്ന ആളെന്ന് പറഞ്ഞ് മത്സരിക്കാൻ രംഗത്തിറങ്ങാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി എന്നൊരു ധാരണയിലേക്ക് എത്തുന്നത്. ആ ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെട്ടതിന് ശേഷവും ഇന്നലെ മിനിങ്ങാന്നാണ് അതിന്റെ മീറ്റിംഗ് കൂടിയത്. ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെട്ടുള്ള ഈ പരാജയങ്ങളിൽ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് കൂടിയത്. അതിൽ നിന്നും രാഹുൽ ഗാന്ധി ടൂർ പോയിരിക്കുകയാണ്. ഈ ചർച്ചയിലൊന്നും പങ്കെടുക്കാൻ അദ്ദേഹം ടൂർ പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിൽ വിശ്വസിച്ച് എങ്ങനെ ഒരു കോൺഗ്രസ് പ്രവർത്തകരായ കോൺഗ്രസ് അണികൾ നിൽക്കും? ഒരു ചോദ്യം പ്രസക്തമാണ് കേട്ടോ ഈ ചോദ്യം. അല്ല, ചോദ്യം പ്രസക്തമാണ്. അത് ഞാൻ പറയുന്നത്, ഒരാൾ 2 ദിവസം ഒരിടത്തുനിന്ന് പോയി, അല്ലെങ്കിൽ നമ്മളതിനെ ടൂർ പോയി, അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളിലല്ല നിൽക്കുന്നത്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് തന്നെ, ഞാനിപ്പോ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയുടെ അവസ്ഥയെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. പലതും പലതായിട്ട് കിടക്കുക, പല സംസ്ഥാനങ്ങൾ പലതരത്തിൽ ഛിന്ന ഭിന്നമായി പല ആശയങ്ങളിൽ പ്രാദേശിക രാഷ്ട്രീയങ്ങളിൽ പ്രാദേശിക നാട്ടുരാജ്യങ്ങളിലൊക്കെ നിന്നതിനെ ഏകോപിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് അന്ന് വലിയ സമയമെടുത്ത് ചെയ്തത്. അതുപോലെ തന്നെ വളരെ ശ്രമകരമായിട്ട്, വളരെ ദീർഘവീക്ഷണത്തോടു കൂടി, വളരെ പ്ലാൻ ചെയ്ത്, ടെക്നിക്കലി ഏറ്റവും പുതിയ സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണത്. അപ്പോഴേ നടക്കുള്ളൂ. ഇന്ത്യ മുന്നണി ഫലം കാണുമോ? ഇനി അറിയില്ല.
അത്തരം ഒരു രാഷ്ട്രീയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അത്രയും ഞാൻ പറഞ്ഞില്ല, അത്രയും വലിയൊരു രാഷ്ട്രീയ കാര്യങ്ങളിലോട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടൊന്നും ചെയ്യാനില്ല. ഇന്ത്യ മുന്നണി വേണം എന്നൊരു ചിന്താഗതി ഉണ്ടോ? പ്രതിപക്ഷം വേണം, വളരെ സ്ട്രോങ് ആയിട്ട് വലിയൊരു പ്രതിപക്ഷം വേണം. അത് ഏത് സംസ്ഥാനത്താണേലും ഏത് രാജ്യത്താണേലും. അത് ഇന്ത്യ മുന്നണിയാണോ കോൺഗ്രസ് ആണോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളതല്ല, ഒപ്പത്തിനൊപ്പം ബലമുള്ള പ്രതിപക്ഷം വേണം. ഇപ്പോൾ ശക്തമായ പ്രതിപക്ഷമില്ല കേരളത്തിൽ. അത്ര സീറ്റിൽ ജയിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. എപ്പോഴും ഏത് പാർട്ടിയാണേലും ആ ഭൂരിപക്ഷത്തിന്റെ അളവിനനുസരിച്ച് പ്രതിപക്ഷത്തിന് പ്രശ്നം വരും, ബലക്കുറവ് വരും. കേരളത്തിലേക്ക് വന്നുള്ള ശക്തമായ പ്രതിപക്ഷമുണ്ടോ കേരളത്തിൽ? കേരളത്തിലും സീറ്റിന്റെ പ്രൊപ്പോർഷൻ നോക്കുമ്പം ഒരു പരിധിയുണ്ട്. ശക്തമായ പ്രതിപക്ഷമില്ല എന്ന് തോന്നുന്നില്ല പിഷാരയ്ക്ക്? ശക്തമായ പ്രതിപക്ഷം ഇല്ല എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിന് എല്ലാ കാര്യത്തിനും വെറുതെ നമുക്ക് ഓപ്പോസിഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ലേ പറ്റുള്ളൂ. ഇതിന്റെ ഒരു സിസ്റ്റം ഇവരുടെ കയ്യിലിരിക്കുകയല്ലേ വലിയ ഭൂരിപക്ഷത്തിലോട്ട് ഇരിക്കുമ്പോൾ. അപ്പോൾ പ്രതിപക്ഷത്തിന് വർക്ക് ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. ഞാൻ ആ പരിധിയെക്കുറിച്ചാണ് ഈ ഭൂരിപക്ഷത്തിന്റെ പ്രൊപ്പോർഷനെ കുറിച്ച് പറഞ്ഞത്. വലിയ ഭൂരിപക്ഷത്തിൽ ആര് വന്നാലും, സർവാധിപത്യം ആർക്ക് വന്നാലും അതിനകത്തൊരു പ്രശ്നം ഉണ്ടാവും. ഇനിയും ഒരു ഇടതുപക്ഷ ഭരണം വരുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തുടർ ഭരണം ഇപ്പൊ പറയാറായിട്ടില്ല. കഴിഞ്ഞ തവണ തുടർ ഭരണം ഉണ്ടാകുമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. എന്തുകൊണ്ട്? ആ സമയത്ത് വന്ന വലിയ കോവിഡ് എന്ന് പറയുന്ന ഒരു പ്രശ്നം എല്ലാവരും ആ സമയങ്ങളിൽ കൃത്യമായിട്ട് ഈ TV-യിൽ എല്ലാ ദിവസവും വന്ന് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അത് ആ സമയത്ത് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചിരുന്നു. ബാക്കിയുള്ളവർക്ക് ഇറങ്ങി നടക്കുക, പ്രവർത്തിക്കുക, പ്രചരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വലിയ പാടാണ്. പിന്നെ വന്ന പല ആരോപണങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ളതൊന്നും ജനങ്ങൾക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നതല്ല. സ്പ്രിംഗ്ലർ എന്നൊക്കെ പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ തന്നെ ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ ഓരോ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ല് അടിച്ച് ഡോറ് തുറക്കുമ്പോൾ ഇത് എന്താ സാധനം എന്ന് ചോദിച്ചാൽ എത്ര പേര് പറയും. അപ്പം ജനങ്ങൾക്കറിയില്ല. അപ്പം ഡയറക്റ്റ് ഒരു സാധനം കിട്ടുന്നു, നമ്മുടെ കയ്യിൽ ഡയറക്റ്റ് ഒരു സാധനം കിട്ടുന്നു, അതിനോട് നമുക്ക് കൂടുതൽ ഇഷ്ടമൊക്കെ തോന്നും. അതുകൊണ്ടാണ് അങ്ങനെയാണ് ഭരണം കിട്ടിയത്. ഇനി തുടർ ഭരണത്തിനെ കുറിച്ച് വിലയിരുത്താനുള്ള സമയമായിട്ടില്ല. നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 20 മന്ത്രിമാരുടെ യാത്ര തുടങ്ങി. കാസർഗോഡ് നിന്നുകൊണ്ട് യാത്ര തുടങ്ങിയാണ്. 120 മണ്ഡലത്തിലൂടെയുള്ള യാത്രയാണ്. ഈ യാത്ര എങ്ങനെ കാണുന്നു? അല്ല, അതിനെ ഞാൻ എങ്ങനെ കാണുന്നു എന്നുള്ളതിന് പോലും വലിയ പ്രസക്തിയില്ല. അത് എന്ത് വേണേൽ ചെയ്യാം, അവരുടെ ഇഷ്ടമാണ്. അതിലൊക്കെ ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നതിന് ഇവരാരും അഭിപ്രായം പറയാത്തിടത്തോളം കാലം ഞാൻ വെറുതെ അതിലൊന്നും കയറി അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല, അല്ലേ? അത് ജനങ്ങൾക്ക് പ്രയോജനമുള്ള യാത്രയായിട്ട് തോന്നുന്നുണ്ടോ? പണ്ട് ഉമ്മൻചാണ്ടിയാണ് ജനസമ്പർക്കം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം നമ്മൾ ഒരാൾക്ക് ഭരണം കിട്ടുന്നു, അവർ അധികാരത്തിൽ വരുന്നു, അവരവരുടെ പല കാര്യങ്ങളും പല രീതിയിൽ അവരത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അവസ്ഥയുള്ളൂ. അതിന് ജനങ്ങൾക്ക് ഗുണം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ജനങ്ങളാണ് വിലയിരുത്തേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ആശയമല്ല. ഞാൻ വ്യക്തികളെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നില്ല, ആശയങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ മറ്റു വ്യക്തികളെ കുറിച്ച് ഒരുപാട് സംസാരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമില്ല. നമ്മൾ അങ്ങനെ മറ്റു വ്യക്തികൾ, അവരാസൂത്രണം ചെയ്യുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നത് ഒരു പബ്ലിക് ആശയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എനിക്ക് എന്തുമാത്രം പ്രയോജനം ഉണ്ടാവുന്നൊന്നും അറിയത്തില്ല ഇത് ചെയ്തതുകൊണ്ടൊന്നും. അല്ല, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ യാത്ര പല സ്ഥലത്തും പല കാര്യങ്ങളും തീർപ്പ് കൽപ്പിച്ച് തന്നെ വരുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അല്ല, ഞാനിതിനെ കാര്യമായിട്ട് ഫോളോ ചെയ്യുന്നില്ല. ഇതിനെ വളരെ കാര്യമായിട്ട് ഇന്നലെ എന്ത് നടന്നു, ഇന്ന് എന്ത് നടന്നു, നാളെ എന്ത് നടന്നു, ഇതിൽ എന്താണെന്ന് പറയുന്ന രീതിയിൽ അങ്ങനെയൊന്നും ഫോളോ ചെയ്തിട്ടില്ല. ഈ ഫോളോ ചെയ്യുന്നില്ല. ഇത് നടന്നു പോകുന്നു, നമ്മൾ അറിയുന്നുണ്ട്, വാർത്ത കാണുന്നുണ്ട്, അത് പോകുന്നുണ്ടെന്നുള്ളതിനപ്പുറം ഒരു ഫോളോ ചെയ്യത്തില്ല. അല്ല, ഞാൻ പറഞ്ഞു വെച്ചാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ജനസമ്പർക്ക പരിപാടി തുടങ്ങിയത്. ജനങ്ങളിലേക്കുള്ളിലേക്ക് നടന്നിറങ്ങിയ ഒരു മുഖ്യമന്ത്രി, അല്ലെ? ജനസമൂഹത്തിന്റെ ഉള്ളിലേക്ക് നടന്നിറങ്ങിയ മുഖ്യമന്ത്രി, ഒരു ആംബുലൻസ് കയറിയിരുന്ന് കാര്യങ്ങൾ തീർപ്പ് കൽക്കുന്ന ഒരു മുഖ്യമന്ത്രി. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും എല്ലാ ജനങ്ങളും ഇത് കാണുന്നുണ്ട്. ഉമ്മൻചാണ്ടി സാറിന്റെ അന്ത്യയാത്ര നമ്മൾ കണ്ടു, എന്തൊരു ജനകീയതയായിരുന്നു അതിന് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പൊ ഇതെല്ലാം ഓരോരുത്തർ കഴിഞ്ഞ തവണ ചെയ്തത്, ഇത്തവണ ചെയ്തത്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൊതുജനം കൃത്യമായിട്ട് കാണുന്നു, വിലയിരുത്തുന്നുമുണ്ട്. അതിൽ ഞാൻ ഈ വിഷയത്തെ ഒന്നും കാര്യമായിട്ട് അങ്ങനെ ഫോളോ ചെയ്ത് നിൽക്കുന്നൊന്നുമില്ല. ഞാനിപ്പം ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മൾ ഈ ഇന്റർവ്യൂവിന് പകരം ഇന്ന് രാത്രി ഒരു ന്യൂസ് ചാനലിൽ ഒരു ചർച്ചയിൽ പാർട്ടിയെ പ്രതിനിധീകരിച്ച് എന്നോട് പോയിരിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് മുഴുവൻ പഠിച്ച് ഇതിന്റെ എന്താണ് ഈ സംഭവം, ഇതിന്റെ ഗുണം എന്താണ്, ദോഷം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യും. പക്ഷെ അലിബായ് ഇപ്പൊ എന്നെ ഒരു ഇന്റർവ്യൂവിന് വിളിച്ച് വാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ടും പൂർണ്ണമായിട്ടും അറിയാത്ത, ഞാൻ നേരത്തെ കൂളിംഗ് ക്ലാസ് വെച്ചതിന് ചീത്തൽ വെച്ചതിനെ പറ്റി പറഞ്ഞല്ലോ, ഞാൻ കൃത്യമായി പൂർണ്ണമായി അതിന്റെ A to Z കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് വ്യക്തികളെ കുറിച്ച് അഭിപ്രായം പറയുന്നത്. സത്യത്തിൽ ആൾക്കാര് ഈ നമ്മൾ അറിയാതെയൊന്നും ആരും ഉപദ്രവിച്ചിട്ടില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. നമ്മൾ അറിയാത്തൊരു കാര്യത്തിൽ നമ്മളിടുന്ന കമന്റും ഒരു ഷെയറും പോലും ആളുകൾക്ക് ഉപദ്രവമാണ്.
അത് നമ്മൾ ചെയ്യുന്ന ക്രൈമാണ്. ആളുകളെ പറ്റി നമുക്കറിയാത്ത, കൺക്ലൂഷൻ ഇല്ലാത്ത, നമ്മൾ കൃത്യമായി അനാലിസിസ് ചെയ്യാത്ത കാര്യങ്ങളെ പറ്റി അനാവശ്യം പറയുക, നമുക്ക് തോന്നിയത് പറയുക എന്ന് പറയുന്നത് ചെയ്യാതിരിക്കലാണ് നല്ലത്. പൗരൻ എന്ന നിലയിൽ ഇപ്പോഴത്തെ കേരളത്തിന്റെ ഭരണം എങ്ങനെ വിലയിരുത്തുന്നു? ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെ ഒരു വിലയിരുത്തലുണ്ടാവും, താങ്കൾക്ക് താങ്കളുടെ വിലയിരുത്തണം, ഇവർക്ക് എല്ലാവർക്കും പല വിലയിരുത്തും. ഇപ്പോഴത്തെ ഭരണം എങ്ങനെ വിലയിരുത്തുന്നു? പോരാന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തുകൊണ്ടാണ് അവിടെ അത് കണ്ടുപിടിച്ചത്? ഒരു പിന്നെ പോരായ്മ എന്തുണ്ടെന്ന് കുറേ പറയേണ്ടി വരും. അതൊരു ഒരു 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 വാക്കിൽ ഇന്നത് കൊണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അത് പല കാര്യങ്ങൾ പറയേണ്ടി വരും. പോരാ. ആ. കേന്ദ്രമോ? പോരാ. കേന്ദ്രത്തിലും ഭരണം പോരാ, കേരളത്തിലും ഭരണം പോരാ. ഇനി ഒരു മാറ്റം വേണം. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇപ്പൊ നിങ്ങൾ ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ ഈ സെക്യുലറിസം എന്ന് പറയുന്നതിനെ ബാധിക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. സെക്യുലറിസത്തെ ബാധിക്കുന്ന ഏത് പ്രശ്നവും വലുതാണ്. നമ്മൾ ഇതിനെ ഉപദ്രവിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളാണ് സെക്യുലറിസം കാത്തു സൂക്ഷിക്കുന്നതെന്നൊക്കെ അവകാശപ്പെട്ടാലും കൃത്യമായ സ്ഥലങ്ങളിൽ കൃത്യമായി ഇതുപയോഗിച്ചുകൊണ്ടുള്ള പരിപാടികൾ ചെയ്യുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ടാണല്ലേ. ഇപ്പൊ ഒരു കാര്യം പറയുന്നു പറഞ്ഞല്ലോ, അലിബായിക്ക് തോന്നുന്നുണ്ടോ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ടാണ് ഇത്രയും വർഗീയതയുടെ ഒരു പരിപാടികളൊക്കെ മൊത്തത്തിൽ എല്ലായിടത്തും, കേരളത്തിലും അന്യ സ്റ്റേറ്റുകളിലും ഒക്കെ കൂടിയെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇതിന് മുമ്പുണ്ടല്ലോ. പിന്നെ ഒരു ഉണ്ട്. ഇതിന് മുമ്പ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇതിന് മുമ്പുമുണ്ട്. ശരിക്കും മറിഞ്ഞു തുടങ്ങിയ ഈ നേരത്തെ ഇപ്പൊ ഷെയർഡി പറഞ്ഞൊരു കാരണം സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നുകയറ്റമുണ്ട്. അതെ, അത് സമൂഹം അലമ്പായതല്ല, ഒരു സോഷ്യൽ ട്രാൻസ്പെറൻസി കൂടിയതാണ്. അതുകൊണ്ടാണ് നമ്മൾ സമൂഹം അറിഞ്ഞു തുടങ്ങിയത്. അതിനു മുമ്പ് ഇതിനപ്പുറത്തേക്ക് നടന്നിട്ടാണ്, നമ്മൾ അറിയുന്നില്ല എന്ന് വേണം ഞാൻ കണക്ക് കൂട്ടാൻ. അത് എല്ലാ ഭരണത്തിലിരിക്കുമ്പോഴും നടന്നിട്ടുണ്ട്. പിന്നെ ഇതുകൊണ്ട് മാത്രം ഇപ്പം ഇടതുപക്ഷം കേരളത്തിൽ തുടർച്ചയായ ഭരണത്തിലുണ്ടായ ഒരു സംഭവങ്ങളല്ല, കേന്ദ്രത്തിൽ BJP തുടർച്ചയായി ഭരണത്തിൽ വന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തുടർച്ചയായി ഭരണത്തിൽ വരുമ്പം ഞാനത് പുതുപ്പള്ളിയിൽ പറഞ്ഞിരുന്നു. അതായത് പുതുപ്പള്ളി ഒരു പാർട്ടി ഗ്രാമമല്ല കോൺഗ്രസിന്റെ, പാലയല്ല, ഇന്ത്യ കോൺഗ്രസിന്റെ ഒരു പാർട്ടി രാജ്യവുമല്ല. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് അലി പറഞ്ഞൊരു പോയിന്റിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ കോൺഗ്രസിന്റെ ഒരു പാർട്ടി രാജ്യമായിരുന്നില്ല, പുതുപ്പള്ളി ഒരു പാർട്ടി ഗ്രാമവും ആയിരുന്നില്ല. പക്ഷെ മറ്റു പാർട്ടികൾ ഭരിക്കുമ്പോൾ അതൊരു പാർട്ടി രാജ്യവും പാർട്ടി ഭൂപ്രദേശവുമായി മാറുന്നുണ്ട്. വളരെ സൂക്ഷിച്ച് അനാലിസ് ചെയ്ത് അത് മനസ്സിലാവും. അത് ഇന്ത്യക്കും കേരളത്തിനും ഈ പ്രശ്നമുണ്ട്. അവിടെ പാർട്ടി ഭരണഘടനയല്ല, പാർട്ടി ഭരണം ഉണ്ടാകുന്നു. അതാണ് കാര്യം. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അങ്ങനെ തന്നെ ചോദിക്കാൻ പറ്റില്ലെന്നുള്ളത്. അതിനൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഈ പോരാ എന്ന് പറയുന്നത് നമ്മുടെ GDP എടുത്തിട്ടോ നമ്മുടെ മേൽപ്പാലം പണിതോ എന്നുള്ള വിഷയങ്ങൾ മാത്രം എടുത്തിട്ടല്ല ഞാൻ പറഞ്ഞത്. അധികാരം കിട്ടുമ്പോൾ വേറെ ചില ആശയങ്ങൾ ഇഞ്ചക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി പറയുന്നു, കോൺഗ്രസ് ഭരിച്ചിട്ടും 60 വർഷം ഭരിച്ചിട്ടും ഇന്ത്യ ഒരു കോൺഗ്രസിന്റെ പാർട്ടി രാജ്യമായിരുന്നില്ല. പാലയും പുതുപ്പള്ളിയും 50-55 വർഷം കോൺഗ്രസ് ഭരിച്ചിട്ടും അത് കോൺഗ്രസിന്റെ ഒരു പാർട്ടി ഭൂപ്രദേശമായിരുന്നില്ല. പക്ഷെ മറ്റ് 2 പാർട്ടികൾക്കും ഈ സ്വഭാവമുണ്ട്. തീർച്ചയാണ്. അത് കൃത്യമായ ഒരു മറുപടിയാണ് ഇപ്പൊ പിഷാരടി പറഞ്ഞത്. കേരളത്തിൽ കോൺഗ്രസിലേക്ക് എനിക്ക് രാഷ്ട്രീയം വിടായി. ഞാൻ ഇത്രയും നേരം എന്റെ ജീവിതത്തിൽ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. എനിക്ക് എന്റെ പൊന്നെ എന്റെ തല ചെകിടിച്ചു തുടങ്ങി പറഞ്ഞു. നമുക്ക് സിനിമയിലോട്ട് പോകാം. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയങ്ങൾ ഇല്ല, നമുക്ക് സിനിമയിലോട്ട് വരാം. ഞാൻ നിർത്തി, ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. കോൺഗ്രസ് അതായത് എനിക്ക് 2024 6-ാം മാസം വരെ അന്തരീക്ഷത്തിൽ കയറാനുള്ളതായി. ഞാൻ ജനുവരിയിൽ ഇറങ്ങാന്ന് വിചാരിച്ചത്. ഇതിപ്പോ ജൂലൈയിൽ പോലും ഞാൻ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നില്ല. കോൺഗ്രസ് രാഷ്ട്രീയം പറയാം. കേരളത്തിൽ കോൺഗ്രസിന് ഒരു നാഥനില്ലാ കളറിയിലേക്ക് പോകുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കും. എന്തുകൊണ്ട്? നമ്മൾ കണ്ടുവരുന്നത് നാഥനില്ലാ കളരിയല്ല, നാഥന്മാരെ കൊണ്ട് മുട്ടിട്ട് നിൽക്കാൻ പറ്റാത്ത കളരി. പ്രസിഡന്റ് ഒരു വഴിക്ക്, പ്രതിപക്ഷ നേതാവ് ഒരു വഴിക്ക്, രമേശ് ചെന്നിത്തല നമ്മൾ കാണുന്ന വേറൊരു വഴിക്ക്, ഇതില് എല്ലാവരും വേറെ വേറെ വഴിക്ക് യാത്ര ചെയ്യുന്നു. ഇതാണ് കോൺഗ്രസിന്റെ ഒരു പരാജയം. ഇവിടെ അതാണോ പരാജയം? വലിയ പരാജയം തന്നെയാണ്. അണികൾ ആരുടെ കൂടെ നിൽക്കും?
വലിയ പ്രശ്നമാണ്, വലിയ ചോദ്യമാണ്. താങ്കൾ എപ്പോഴും പറയുന്നു മുകളിൽ നിന്നും പറയുന്നത് കേൾക്കണം, അനുസരിക്കുന്ന ഒരു പാരമ്പര്യം CPM ഉണ്ടെന്ന് പറഞ്ഞ് താങ്കൾ പല CPM പേര് പറയാതെ അല്ല, പറയുന്നത്. ഞാൻ പറയുന്ന നാഥൻ ഇല്ലായ്മയല്ല, നാഥന്മാര് കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു നാഥൻ വേണമല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞാൽ അത് അനുസരിക്കുന്നവരാണ് കേരളത്തിലുള്ള പ്രവർത്തകർ എന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു പവർ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരു പവർ ഉണ്ടായിരുന്നു. അത്തരം ഒരു പവർ കൊടുക്കാൻ ഈ കോൺഗ്രസിലൊരു നേതാവില്ല. ഇവരുടെ അങ്ങോട്ടും ഓരോ പാർട്ടിയുടെ സിസ്റ്റം ഓരോ പോലെ അല്ലേ, ഇത് ഇപ്പോഴല്ലോ. നിങ്ങൾ ഇന്ന് സംഭവിച്ചൊരു കാര്യം പോലെയാണ് ഇത് പറയുന്നത്. ഇതൊക്കെ എന്നോ അങ്ങനെയൊക്കെ തന്നെയാണ്. അത് തന്നെയാണ് പിഷാരടി വീണ്ടും വീണ്ടും ഈ കോൺഗ്രസിന്റെ പരാജയം ഉണ്ടാവുന്നത്. കറക്റ്റീവ് ആയിരിക്കും, വീണ്ടും പരാജയം ഉണ്ട്. അതുകൊണ്ടല്ലേ കോൺഗ്രസിന് കറക്റ്റീവ് ആയിരിക്കും. എത്ര നാളായി കറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അല്ല, വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞാൽ ഇത്തവണയല്ലേ 10, 55, 60 വർഷത്തില് ഈ ഒരു തവണയല്ലേ ഇത് മാറിയിട്ടുള്ളൂ. ഇതിനു മുമ്പ് ഉണ്ടല്ലോ, സംഭവിച്ചിട്ടുണ്ടല്ലോ. കെ കരുണാകരൻ എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് നേതാവ്, ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. പവർഫുൾ ആയിരുന്നു അദ്ദേഹം. അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, പറയുന്നത് എയർപോർട്ട് വരുമെന്ന് പറഞ്ഞാൽ എയർപോർട്ട് വരുത്തും പുള്ളി വരും ഇല്ലേ? അങ്ങനെ പവർഫുൾ ആയിട്ട് കൽപ്പിക്കാൻ തന്റെ ഇടമുള്ള ചങ്കൂറ്റമുള്ള ഒരു മുഖ്യമന്ത്രി കോൺഗ്രസിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കെ കരുണാകരൻ തന്നെയാണ്. വേറെ മുഖ്യമന്ത്രിയെ കാണിച്ചു തരാൻ പറ്റുമോ? അല്ല, പിഷാരടി വളർന്നു വന്ന പാരമ്പര്യം വെച്ച് ഒരു മുഖ്യമന്ത്രിയെ കാണിച്ചു തരാൻ പറ്റുമോ? പവർഫുൾ ആയിട്ട് പറയാൻ, കോൺഗ്രസിൽ പവർഫുൾ ആയിട്ട് പറയാൻ, നടത്താൻ കഴിവുള്ള ഒരു മുഖ്യമന്ത്രി. AK ആന്റണി ചാരായം നിരോധിച്ച എങ്ങനെയാ അപ്പം ഒരു ദിവസം പവർഫുൾ ആയിട്ട് ഒരു ഇത്രയും വലിയ പ്രശ്നം? അല്ല, ഞാൻ പറഞ്ഞത് പവർഫുൾ ആയിട്ട് ഒരാളെ ഉള്ളൂ എന്ന് നമുക്ക് പറയുന്നത്. നമ്മൾ വളരെ ഈ പവറൊക്കെ അങ്ങനെ വിസിബിളി നമ്മൾ കണ്ടോളണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഒരാളുടെ ഒരു ഏകോപനം, കാര്യങ്ങൾക്കകത്ത് ഒരാൾ മാത്രമല്ല, എല്ലാ പാർട്ടിയിലും പല കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള നല്ല നേതാക്കൾ വരും, നേതാക്കൾ മാറും, തർക്കങ്ങൾ ഉണ്ടാവും, മാറി മാറി വരും. ഇതൊക്കെ വളരെ സ്വാഭാവികമായ ഒരു പ്രോസസ്സ് തന്നെയായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെയാണ് അലിബായ്, ഇന്നത്തെ നമ്മൾ ഈ ഇന്റർവ്യൂവിന് വരുമ്പം നമ്മളൊരു 100% പൊളിറ്റിക്കലി പറഞ്ഞ ഏരിയകൾ ഉണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ പഠിച്ചിട്ട് വരും. ഒരു തുള്ളിയും കൂടെ ഞാൻ പഠിച്ചിട്ട് വരും. ഞാൻ പഠിക്കാത്ത ഒരു കാര്യത്തെ പറ്റി അത് ചോദിച്ചോളൂ. ഞാൻ അതാ പറഞ്ഞ, അലിബായ് ചോദിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഞാൻ പറയാൻ പാടില്ല. എനിക്ക് വേറൊരു മുഖ്യമന്ത്രി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനെക്കുറിച്ച് ഇവിടെയുള്ള എല്ലാ മുഖ്യമന്ത്രിമാരെയും എടുത്തിട്ട് ആരൊക്കെ ഭരിച്ചിട്ടുണ്ട്, അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പഠിക്കണ്ടേ, കൃത്യമായിട്ട് പഠിക്കണ്ടേ. അല്ലാതെ എനിക്ക് ചാടിക്കേറി അതിനൊരു ഉത്തരം പറയാൻ പറ്റില്ല. കോൺഗ്രസിലെ ഒരു പവർഫുൾ മുഖ്യമന്ത്രി ഞാൻ കണ്ടിരിക്കുന്നത് നമ്മുടെ കാലത്ത്, നമ്മുടെ ഒരു പ്രായം, നമ്മുടെ ഒരു കാലഘട്ടം, അതിനകത്ത് ഇപ്പൊ നായനാർ സഖാവ് ഉള്ളപ്പോഴോ അല്ല, നമ്മുടെ ഇവരെല്ലാം ഭരിച്ചപ്പോൾ ഉണ്ടായിരുന്നു. ഞാൻ ഇവരുടെ പ്രസംഗം നേരിട്ട് കേട്ടിട്ടുള്ളതാണ്. ഇവര് ഭരണപക്ഷവും പ്രതിപക്ഷവും മാറി മാറി ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന കൗണ്ടറുകളും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടെ രസമാണ്. അപ്പൊ അതെല്ലാം ഞാനും കണ്ടിട്ടുണ്ട്. എന്റെ ബാല്യകാലത്തിലൊക്കെ കണ്ടും കേട്ടൊക്കെ വളർന്നിട്ട് തന്നെ ഉള്ളതാണ്. അദ്ദേഹം, ഞാൻ പറയുന്നത് അദ്ദേഹം പവർഫുൾ അല്ല എന്നൊന്നും അല്ല, പക്ഷെ നമുക്കൊരു ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ കൃത്യമായ പഠനം വേണം. ഇതൊക്കെയാണ് ഈ കോൺഗ്രസിന്റെ പ്രശ്നമെന്ന് ഞാൻ ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം സുധാകരൻ വന്നിട്ട് ഞാനാണ് പറയണത്. ഇതൊക്കെ എന്ത് നാണക്കേടാണ് കോൺഗ്രസ് ഉണ്ടായത്. അത് കോമഡി ആയിട്ട് പോയെങ്കിൽ എന്ത് നാണക്കേടുണ്ടായി. പിന്നീട് സുധാകരന്റെ അടുത്ത് ഇംഗ്ലീഷ് സംശയം ചോദിക്കുമ്പോൾ എന്നോടല്ല നിങ്ങളോടാന്ന് പറഞ്ഞ് കളിയാക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് പാർട്ടിയുടെ അണികൾക്കാണ് അതിനകത്ത് സങ്കടപ്പെടുന്നത്. ഇവർക്ക് അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ഇവരെ വിശ്വസിച്ചിറങ്ങുന്ന അണികൾക്കാണ് അതിൽ ഏറ്റവും സങ്കടപ്പെടുന്നത്. അതൊക്കെയാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അല്ല, അത് പാർട്ടി മനസ്സിലാക്കുകയും തിരുത്തുകയും ചെയ്യണം. തിരുത്തേണ്ട സമയം കഴിഞ്ഞു അല്ലെ? ഉറപ്പായിട്ടും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് എന്റെ പൊന്ന്, നമുക്ക് എല്ലാ ചർച്ചയിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തി, നല്ലൊരു രാഷ്ട്രീയക്കാരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാഹുൽ മാങ്കണ്ടം, താങ്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ് രാഹുൽ മാങ്കണ്ടം. രാഹുൽ മാങ്കണ്ടം ഒരു വരവ് എങ്ങനെ കാണുന്നു? ഈ നേതൃത്വ മാറ്റം ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. രാഹുലൊക്കെ വളരെ മിടുക്കനാണ്, നല്ല മിടുക്കനാണ്. രാഹുലൊക്കെ കുറച്ചുകൂടി സ്റ്റഡീഡ് ആണ്, കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു പറയുന്ന ആളുകളാണ്. നമ്മളെപ്പോഴേ ഈ ന്യൂസ് അവറിന്റെ ഒക്കെ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നിടത്ത് നാളെ ഇതിന്റെ പേരിൽ സോഷ്യൽ മീഡിയ ചർച്ച നടക്കുമ്പം നമ്മൾ സിറ്റുവേഷൻ ആണോ ജയിക്കേണ്ടത്, ആർഗ്യുമെന്റ് ആണോ ജയിക്കേണ്ടത് എന്നുള്ളൊരു വിഷയമുണ്ട്. നമ്മളൊരു വിഷയം വരുന്നു, ഈ വിഷയത്തിന്റെ പരിഹാരമാണോ കാണുന്നത്, ഈ വിഷയത്തെക്കുറിച്ച് തർക്കിച്ചതിൽ നമ്മൾ രണ്ടുപേരിൽ ആര് ജയിച്ചു എന്നുള്ളതാണോ എന്നുള്ളതാണ് വിഷയം. അവിടെ അതുപോലെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ ന്യൂസിലൊക്കെ ഈ തർക്കം ജയിക്കലായി മാറിയിട്ടുണ്ട് പലപ്പോഴും. ഇപ്പം വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മൾ ചീത്ത വിളിച്ചിട്ടോ ഒച്ച എടുത്തിട്ടോ കൗണ്ടർ അടിച്ചിട്ടോ ഒരു തർക്കം ജയിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട്. രാഹുലൊക്കെ കുറച്ചുകൂടെ സ്റ്റഡീഡ് ആയിട്ടുള്ള ആളാണ്, അതിനെക്കുറിച്ച് കൃത്യമായ പഠനമുള്ള ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പം 100% ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനല്ല ഞാൻ. ഇപ്പം അലി ചോദിക്കുന്ന പല ചോദ്യങ്ങളെ കുറിച്ചും ഞാൻ പറയണമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ആ മേഖലയിൽ പഠിക്കണം. ഞാൻ ഇന്ന് അലി വിളിക്കുമ്പോൾ നമ്മൾ സിനിമയെ പറ്റി ആയിരിക്കും കൂടുതൽ പറയുക,
രാഷ്ട്രീയത്തെ പറ്റി പറയേണ്ടി വരും എന്ന ബോധ്യം എനിക്കുണ്ട്. ഉണ്ടായിരുന്നു. ഇത്രയും 80-20 ആയിപ്പോ അതിന്റെ പ്രപ്പോർഷൻ ഞാൻ വിചാരിച്ചിട്ടില്ല. 20-50 20-80 അല്ലാത്ത രീതിക്ക് ഞാൻ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. മമ്മൂക്ക എവിടെ പോയാലും പിഷാരടി അല്ല, മമ്മൂക്കക്ക് രാഷ്ട്രീയമുണ്ട്, പക്ക രാഷ്ട്രീയമുണ്ട്. മമ്മൂക്ക പിഷാരടിയെ പോലെ സ്റ്റേജിൽ പോയി രാഷ്ട്രീയം പറയാൻ പോകാറില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, രാഷ്ട്രീയത്തിൽ ഇറങ്ങണം, പ്രവർത്തിക്കും. സിനിമാ നടൻ എന്ന അഡ്രസ് വെച്ച് രാവിലെ ഇറങ്ങി രാഷ്ട്രീയത്തിൽ പോകാൻ, രാഷ്ട്രീയത്തിൽ ഇറങ്ങണം. എന്തൊക്കെ കാര്യങ്ങൾ കോൺഗ്രസ് സംഘടനയ്ക്ക് തലപ്പത്ത് കലാ സാംസ്കാരിക രംഗമായി എന്തൊക്കെ പരിപാടികളുണ്ട്, അവിടെ ഒന്നും ധർമ്മനെ ഉൾപ്പെടുത്തിയാണ് ഞാൻ കണ്ടത്. ഉദാഹരണം പറ. പരസ്യമായിട്ട് രാഷ്ട്രീയത്തിൽ ഒരു സിനിമയെ ഭയപ്പെടുന്നുണ്ടോ പിഷാരടി? പിഷാരടിയുമായിട്ട് ധർമ്മജനെ പിഷാരടി ചേർത്ത് പിടിക്കില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നൊക്കെ ഒരു ചർച്ച പല. സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനാണ്. സുരേഷ് ഗോപി ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി സിനിമാ മേഖലയിൽ മിന്നിത്തിളങ്ങുക